ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്, കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ്. അതിനായി ഞങ്ങൾക്ക് ആദ്യം കൂന്തലൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇനി കഴുകി വെച്ച കൂന്തലിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞങ്ങൾക്ക് കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. അതിലേക്ക് ഞങ്ങൾ മസാല പുരട്ടിയ കൂന്തലെടുത്തൊന്ന് ഫ്രൈ ചെയ്യാനിടാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു ചട്ടിയിൽ ഇതിനായുള്ള മസാല തയ്യാറാക്കാം. അതിനായി ആദ്യം എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഞങ്ങൾ കടിച്ചു വെക്കാം. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രൈ ഇതാ റെഡിയായി ടപ്പേ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനിതാ ഇച്ചിരി ദൂരെ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇതാ ഞങ്ങളുടെ ഫ്രൈ നല്ല കറുമുറ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ സവാള നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇനി തക്കാളി ഒന്ന് നന്നായി വാടി വന്ന ശേഷം അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത കൂന്തൽ ഞങ്ങൾക്ക് ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഗൈസ്, ഞങ്ങളുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിരിക്കുന്ന അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കണ്ടിട്ട് എൻ്റെ വായിന്ന് വെള്ളം ഉറന്നാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് പറയണം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ അമർത്തണം. ബൈ ബൈ.